എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്ത്. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും, ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും, മറ്റെല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സഹൃദയം സ്വാഗതം ചെയ്തോളൂ. ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ പാസ്റ്റർമാർക്കും മൂപ്പന്മാർക്കും അച്ഛന്മാർക്കും ജോലി ചെയ്യാതെ തിന്നാമോ? ഈ ഒരു വീഡിയോ പറയുവാനുള്ള പ്രേരണ എന്നുള്ളത് i2i ന്യൂസ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ക്രിസ്ത്യാനികൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവരും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ആവാൻ ആഗ്രഹിക്കുന്നവരും ഒരിക്കലും i2i എന്നുള്ള ന്യൂസ് പരിചയമില്ലാതിരിക്കാൻ വഴിയില്ല. കാരണം ക്രിസ്തീയ സഭകളിലെ ദുരാചാരങ്ങൾക്കും ദുരുപദേശങ്ങൾക്കും എതിരെ വളരെ ശക്തമായി പോരാടുന്ന ഒരു ചാനലാണ് i2i. ആ ചാനലിന്റെ നടത്തിപ്പുകാരൻ സുനിൽ മാത്യു എന്നുള്ള ഒരു വ്യക്തിയാണ്. സുനിൽ മാത്യു 10 കൊല്ലം മുമ്പ് കേരളഭൂമിയുടെ പത്രപ്രവർത്തക മേഖലയിലായിരുന്നു. ഞാനും കേരളഭൂമിയുടെ ഒരു സഹോദര സ്ഥാപനമായ വെള്ളി നക്ഷത്രം എന്ന സിനിമ മാസികയിൽ ഞാനും ഒരു സിനിമാ പത്രപ്രവർത്തകനായിരുന്നു. എനിക്ക് സുനിൽ മാത്യുവിന് വലിയ പരിചയമൊന്നുമില്ല. കാരണം എല്ലാ ഈ വെള്ളി നക്ഷത്രത്തിൻ്റെയും കേരളഭൂമിയുടെയും കലാഭൂമിയുടെയും എല്ലാത്തിൻ്റെയും ഓഫീസ് ഒന്ന് തന്നെയായിരുന്നു. ഞാനവിടെ പലപ്പോഴും ഓഫീസിൽ വന്നിട്ടുണ്ട്. ഞാനൊരു സ്ഥിരം ലേഖനമല്ല, ഒരു സ്വകാര്യ ലേഖനാണ്. പ്രസാദ് ലക്ഷ്മൺ എന്ന ഒരു വ്യക്തി എഡിറ്ററായിരുന്ന സമയത്തും ആ കാലഘട്ടത്തിലാണ് ഞാൻ വെള്ളി നക്ഷത്രമായി പ്രവർത്തിച്ചിരുന്നത്. ഞാൻ അന്ന് അജിത്ത് ശാന്തിവിള എന്നുള്ള പേരിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്. ഇനി അടുത്ത് പരിചയപ്പെടേണ്ട ഒരു വ്യക്തി എൻ്റെ ചാനലിലെ വീഡിയോകൾ സ്ഥിരമായി കാണുകയും എൻ്റെ വീഡിയോയ്ക്കെതിരെ മറു വീഡിയോ ഇറക്കുകയും ചെയ്യുന്ന പെന്തക്കോസ്ത് പ്രവർത്തകൻ ഒന്ന് പരിചയപ്പെടാം. ഞാൻ എൻ്റെ ചാനലിൽ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഡാനിയൽ ഇടിച്ചെറിയ എന്നുള്ളതാണ്. ഇന്ന് പുള്ളി പഴയതുപോലെയല്ല, വളരെ പ്രശസ്തനാണ്. i2iയുടെ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിൽ പുള്ളി ഹീറോ ആയിരുന്നു. അന്യഭാഷയിൽ 6 പുസ്തകങ്ങൾ എഴുതി എന്ന് അവകാശപ്പെട്ട് വിവാദം സൃഷ്ടിച്ച വ്യക്തിയാണ്. അതിനുശേഷം സുനിൽ മാത്യു ഈ ഡാനിയൽ ഇടിച്ചെറിയ അച്ചായനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നതും നമ്മൾ കണ്ടതാണ്. ഈ i2i ന്യൂസിൽ ഡാനിയൽ അച്ചായൻ ആദ്യം സുനിൽ മാത്യുവിനെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതാണ്. ഹലോ, ഞാൻ പാസ്റ്റർ ഡാനിയൽ ബോംബെയിൽ നിന്ന്. സഹോദരൻ, ഞാൻ നിങ്ങളുടെ ഈ യൂട്യൂബിലേക്ക് കാണാറുണ്ട്. പക്ഷെ എന്നു വെച്ചാല് നിങ്ങൾ ഈ പാസ്റ്റർമാരെ ഒരാൾ തെറ്റിയെന്ന് വെച്ചാൽ പാസ്റ്റർമാരെ മൊത്തമായിട്ട് എന്തിനാ താറടിക്കുന്നത്? പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, നിങ്ങൾ യൂട്യൂബിൽ ഇടുന്നത് നല്ലതാ. പക്ഷെ ഈ പാസ്റ്റർമാരെ പല രീതിയിലുള്ളവർ അവരെ താറടിച്ചിടുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് കേൾക്കുന്ന സമയത്ത് വിഷമം തോന്നി. ഇപ്പൊ നല്ല ശതമാനം ആൾക്കാരും ഇങ്ങനെ ആയി പോയി അവരുടെ അനുഭവമാണ് പറയുന്നത്. എന്റെ പിന്നെ ആ അനുഭവം തന്നെ നിങ്ങൾ ഇതിനകത്തേക്ക് നിങ്ങൾ എന്തിനാണ് പബ്ലിഷ് ചെയ്യുന്നത്? അത് തന്നെ ദൈവനാമം ദൂഷിക്കപ്പെടുകയല്ലേ? ദൈവനാമം ദൂഷിക്കുമല്ല, ഇതും കൊണ്ട് ഉപജീവനം വൈദ്യപ്പഴപ്പിന് നടക്കുന്നവന്മാരുടെ കഞ്ഞി കൂടി കൊണ്ടുവന്നാണ്. പാവം ഡാനിയൽ ഇടിച്ചെറിയച്ചായൻ തകർന്ന് തരിപ്പണമായി. എന്റെ പൊന്നു പാസ്റ്ററെ, ഈ വീടുകളിൽ ചേർന്ന് ഈ തീവട്ടിക്കൊണ്ട് നടത്തുന്ന ഈ വീട്ടിൽ കയറിയ മുച്ചോട് മുടിപ്പിക്കുന്നവന്മാരെ കുറിച്ചല്ലേ പറയുന്നത്? ദശാംശം ഈ വല്ല ജോലി എടുത്ത് ചാപ്പട്ട് കഴിച്ചുകൂടെ പാസ്റ്ററെ? ദശാംശോ വല്ലവരും കഴിക്കുന്നതും കൊണ്ട് എന്തിനാ നിങ്ങൾ തിന്നാൻ നടക്കുന്നത്? അതാ പറഞ്ഞേ, വല്ല തൊഴിലും ചെയ്ത് ജീവിക്കുകയും അതോടൊപ്പം ഈ പണിയും കൂടെ ചെയ്തുകൂടെ? അല്ല, സ്വന്തമായി മുഴുവനെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. അതങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് നിങ്ങളോട് കർത്താവ് പറഞ്ഞു ഈ പണിക്ക് ഇറങ്ങാൻ വേണ്ടി? ബൈബിളായിട്ട് നടക്കുന്ന എല്ലാവരും സുവിശേഷ വേലയാ. അത് വേണ്ട, വേറെ വല്ല പണി നിങ്ങൾ ഞാൻ പറയാം, ചെരുപ്പ് കുത്താൻ പോയാലും കുഴപ്പമില്ല, ആ വൃത്തിയായിട്ട് ചെയ്യുക, ആ ശമ്പളം കൊണ്ട് സുഖമായിട്ട് ജീവിക്കുക. വല്ലവന്റെ പൈസക്ക് എന്തിനാണ് ജീവിക്കുന്നത്? അതങ്ങനെ കർത്താവ് ആരെയും അങ്ങനെ പിടിച്ചിട്ടില്ല. അതെങ്ങനെ രാവിലെ തൊട്ട് പൊത്തി വല്ലത്തോടും കയറി പറഞ്ഞിട്ടുണ്ട്? അവിടെ പറഞ്ഞു പറഞ്ഞു അല്ല, ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഈ ദൈവവേലയ്ക്ക് നടക്കുന്ന ഈ പാസ് ഇവർക്കൊന്നും കുടുംബം ഉണ്ടോ? വീട്ടും പിള്ളേരും മക്കളും ഭാര്യയും ഒക്കെ ഉണ്ടോ? പാസ്റ്റർക്കുണ്ടോ? ഈ എന്നോട് സംസാരിക്കുന്ന പാസ്റ്റർക്കുണ്ടോ? ഇപ്പൊ എനിക്ക് ഞാനിപ്പോ 10 വർഷം കൊണ്ട് കർത്താവിന്റെ വേല ബോംബെ പ്രവേശിച്ച് ചെയ്യുക. ഭാര്യയും മക്കളും ഒക്കെ എല്ലാം ഉണ്ടോ പാസ്റ്റർക്ക്? എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. ഇവരുടെ ചെലവ് എങ്ങനെ കഴിച്ചു പോകുന്നു? ഇവർക്ക് കർത്താവ് ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങത്തില്ല. ഉപജീവന മാർഗം എന്താണ്? ശരിവന്ന് വാങ്ങിക്കുന്നല്ല, ഞാൻ ഒരു മനുഷ്യന്റെ അല്ല, ഉപജീവന മാർഗം എന്താണ്? ഉപജീവന മാർഗം എന്താണ്? തൊഴിലെന്താണ്? എന്റെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഞാൻ സുവിശേഷ വേല ചെയ്ത് ഉപജീവന മാർഗം. സുവിശേഷ വേല ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് വേറെ പണിക്ക് പോകുന്നല്ലേ, ശമ്പളം എങ്ങനെ പൈസ? ആരാ എവിടുന്നാ പൈസ കിട്ടുന്നത്?
ഈ ചെല്ലുന്ന വീടുകളിൽ ആൾക്കാർ തരുന്നല്ലേ? സഹായിക്കുന്നവരുണ്ട്. അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും. അവര് തരുന്ന ദാനം കൊണ്ട് ഞാൻ മുന്നോട്ട് പോകാറുണ്ട്. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ജീവിക്കുന്നവരല്ല. ഈ രണ്ടുകൂടെ പറയാതെ പാസ്റ്റർ, ഞാൻ മേടിക്കത്തില്ല എന്ന് പറയും, ആൾക്കാർ തരുന്നത് മേടിക്കുന്നു പറയും. ഇത് തന്നെ തട്ടിപ്പല്ലേ? പാസ്റ്റർമാരുടെ സഹായം എന്താണ്? പാസ്റ്റർമാരുടെ സഹായം എന്തിനാണെന്ന് ചോദിച്ചാൽ അതാ നിങ്ങൾക്ക് മനസ്സിലാക്കും. കർത്താവ് ഏതെങ്കിലും പാസ്റ്റർമാരെയും കൊണ്ടാണോ നടന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റർമാരുടെ സഹായം സ്വീകരിച്ചാണോ കർത്താവ് നടന്നത്? 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ശിഷ്യന്മാരും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? ശിഷ്യന്മാരും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താന്ന്? ശിഷ്യന്മാരും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാല് അതിന്റെ ഞങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചാണ് ശിഷ്യൻ. എങ്ങനെ വേർതിരിച്ചു? ഞങ്ങളെ ഒന്നും ദൈവം വിളിച്ച് വേർതിരിച്ചിട്ടില്ല. ഞങ്ങള് ആൾക്കാരാണോ? നിങ്ങളെ ശിഷ്യനിലേക്കായിട്ട് വേണ്ട, ശിഷ്യനിലേക്ക് വേണമെന്ന് വേർതിരിക്കും. ചുമ്മാ ഇത് വെറും ഉടായ്പാ പാസ്റ്റർ. ചുമ്മാ ദൈവവേദയ്ക്കെന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ച ഇറങ്ങുകയാണ് പരിപാടിയായിട്ട്. അങ്ങനെ ഇറങ്ങുന്ന ആളുകൾക്ക് കഷ്ടപ്പാടായിരിക്കും. പക്ഷെ ദൈവം വിളിച്ച് വേർതിരിക്കുന്ന ആളുകൾക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാകത്തില്ല. അതങ്ങനെ വല്ല വീടുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സുഭിക്ഷതല്ലേ? അവിടുന്ന് സുഭിക്ഷ ചാപ്പാട്, അവിടുന്ന് ഭക്ഷണം, ദേവാലയം പണി ചെയ്യേണ്ട, ഒന്നും വേണ്ട, നല്ല സുഖമല്ലേ? പേരെന്തോ ദൈവവേല. ഇല്ല ബ്രദർ, ഇപ്പം ഭക്ഷണം കൊടുത്താൽ ദൈവം സ്വർഗത്ത് വലിയ കെട്ടിടം കിട്ടും. അത് എന്റെ പൊന്നു പാസ്റ്റർ, ചുമ്മാ ഈ പറയുന്ന പോലെ ആർക്ക് കെട്ടിടം കിട്ടും? വലിയ കെട്ടിടം ദൈവം ബ്രദർ കൊടുക്കുന്നതാകുന്ന അനുസരിച്ചാണ് കിട്ടുന്നത്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പറയാം, ഇതൊക്കെ ഈ കാലം കഴിഞ്ഞ് പാസ്റ്റർ. ഇത് ആൾക്കാർ ഇനി വടിയെടുത്ത് ഓടിക്കും ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ചെന്ന് കഴിഞ്ഞാൽ. ചുമ്മാ ആവശ്യമില്ലാതെ ആരുടെയും മീറ്റിംഗ് പോയി കയറരുത്. എന്റെ പൊന്നു പാസ്റ്റർ, ഞാൻ ചോദിക്കട്ടെ, പാസ്റ്റർക്ക് പോയി പണി അറിയാവുന്ന ഒരു പണി, എന്തെങ്കിലും ഒരു കൂലിപ്പണിയാണ്, ആ പണിയും ചെയ്യുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് വല്ല തെറ്റുണ്ടോ? അങ്ങനെ ജീവിച്ചാൽ പോരെ? അങ്ങനെ വിളിച്ചോട് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള പ്രേരണ. ആ അവകാശവാദം ഇങ്ങനെയാണ്: അത് സുവിശേഷം ചെയ്യുവാൻ ദൈവം അയക്കുന്ന സ്ഥലത്ത് തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും അങ്ങനെ 4 ദിക്കിലോട്ടും അറിഞ്ഞു നടക്കുക. അറിഞ്ഞു നടന്നാൽ ആ ദേശം ദൈവം നിനക്ക് തരും എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. പ്രവചനം നടത്തുന്ന സുവിശേഷക്കാർ പല രീതിയിലാണ്. ആ പല രീതിയിലുള്ള സുവിശേഷമാനക്കാരെ ദൈവം എന്തോ അയക്കുകയാണ്. അയച്ചിട്ട് ദേശത്തിൽ തെക്കോട്ടും വടക്കോട്ടും നടക്കുക. അബ്രഹാമിനോട് പറഞ്ഞു, നീ കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും നടക്കുക, ഞാൻ ഈ ദേശം നിങ്ങൾക്ക് അവകാശമായി തരും. എന്നിട്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ദൈവത്തിന്റെ വേല പലരെ കൊണ്ടാണ് ദൈവം ചെയ്യിക്കുന്നത്. ഒരു സഭയുടെ പാസ്റ്റർ ഒന്നുമല്ല, ബോംബെയിലെ കല്യാൺ എന്നുള്ള ദേശത്ത് താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ അനേകം വീഡിയോകൾ കണ്ടതിന്റെ പേരിൽ എനിക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം ദൈവവചനത്തിന്റെ ABCD ബേസിക് നോളജ് പോലും അദ്ദേഹത്തിന് അറിയില്ല. ദൈവം ആരെന്നോ ദൈവത്തിന്റെ വചനം എന്തിനെന്നോ പുള്ളിക്കറിയില്ല. പുള്ളിയുടെ അഭിപ്രായം എന്നുള്ളത് പെന്തക്കോസ്ത് സഭയിൽ എന്തൊക്കെ ഉണ്ടോ അതാണ്. ദൈവത്തിന്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൽപ്പനകളും എല്ലാം പെന്തക്കോസ്ത് ആണെന്നാണ് പുള്ളിയുടെ വാദം. ഇത്തരം ആൾക്കാരെ സംരക്ഷിക്കേണ്ട കടമ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നവർക്ക് ഉണ്ടോ? അദ്ദേഹം അവകാശപ്പെടുന്നത് അന്യഭാഷ അനവധി സംസാരിക്കും, അത് വിവേചിക്കും, അന്യഭാഷയിൽ പാട്ട് പാടും, അന്യഭാഷയിൽ 6 പുസ്തകങ്ങൾ എഴുതും എന്നൊക്കെ വീരവാദം എടുക്കുക. ഈ അന്യഭാഷ എന്നുള്ളത് എന്താണെന്ന് പോലും ഈ അച്ചായന് അറിയില്ല. ഒരു വ്യക്തിയിൽ പരിശുദ്ധാഭിഷേകം ഉണ്ടാകുമ്പോഴാണ് അവരിൽ കൃപാവരങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഒരു കൃപാവരമാണ് അന്യഭാഷ. അന്യഭാഷ എന്നുള്ളത് ഒരു പ്രവചനമാണ്. പ്രവചന ഭാഷയാണ് അന്യഭാഷ. വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി മുൻകൂട്ടി പറയുക, അതാണ് അന്യഭാഷ, പ്രവചന ഭാഷ. അത് അന്യഭാഷ പറയുന്നവൻ അവനല്ല ആത്മീയ വർധന ഉണ്ടാകുന്നത്, അത് കേൾക്കുന്നവനാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഭാഷ, അദ്ദേഹം അനവധി ഭാഷ പറഞ്ഞു, പാട്ടുപാടി, സംസാരിച്ചു, കടുവ് പുടു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഭാഷ എന്നുള്ളത് ലോകത്ത് അങ്ങനെ ഒരു ഭാഷയില്ല. ആ ഭാഷ സംസാരിക്കുന്ന ആളില്ല. നമുക്ക് കേൾക്കുമ്പോൾ ഒരു സംസ്കൃതം എന്നൊക്കെ തോന്നും. അത് സംസ്കൃത ഭാഷ അല്ല. സംസ്കൃതത്തിൽ അങ്ങനെ വാക്കുകളില്ല. ഇത് സാത്താന്റെ ആത്മാവ് വന്ന് സംസാരിക്കുന്ന ഭാഷയുണ്ട്. ദുരാത്മാവ് വന്ന് വരുന്നവരിൽ ഇത്തരം ഭാഷകൾ സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പഠിച്ച ട്രെയിനിങ് കിട്ടിയ ഭാഷ പറയുന്നതായിരിക്കാം. ഒന്നല്ല ഒരു കാര്യം പറയാം, അന്യഭാഷ എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവരിൽ മാത്രമേ അന്യഭാഷ ഉണ്ടാകുകയുള്ളൂ. ഒരിക്കലും ഒരു പെന്തക്കോസ്തുകാരൻ ഒരിക്കലും അന്യഭാഷ കിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാഭിഷേകം എന്നുള്ളത് ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ആത്മാവ് ആ മനുഷ്യനിലേക്ക് വരുന്നത്. ആ മനുഷ്യനിൽ വിശുദ്ധി ഉണ്ടെന്ന് കണ്ടാൽ
ദൈവത്തിന്റെ ആത്മാവ് അതിൽ വസിക്കുന്നു. ആ ഭാഷയാണ് അന്യഭാഷ. അത് ഒരിക്കലും ഒരു പെന്തക്കോസുകാരന് കിട്ടില്ല. അത് കിട്ടാക്കനിയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഇപ്പൊ ദൈവത്തിന്റെ വേല ചെയ്യുന്നവർ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ, അല്ലെങ്കിൽ ഒരു പെന്തക്കോസുകാരൻ, അല്ലെങ്കിൽ മറ്റു സഭ, ഇപ്പൊ കത്തോലിക്ക, മർത്തോമ, യാക്കോബായ, ഏത് സഭ, ഏതായാലും യഹോവ സാക്ഷി, ബ്രദറൻ, സെവൻത് ഡേ, എല്ലാ ഏത് സഭയായാലും ഈ സഭയെ നയിക്കുന്ന ഒരാളുണ്ട്. ആ സഭയിലെ ചെലവിന് വിശ്വാസികൾ പണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ദശാംശത്തിന്റെ 1/10 മാത്രമാണ് അന്ന് ലേവ്യ പുരോഹിതന്മാർക്കുള്ളത്. ഇസ്രായേലിലെ 12 ഗോത്രക്കാരിലെ 11 ഗോത്രക്കാർ, അതിൽ ഒരു ഗോത്രക്കാരനായ ലേവ്യ പുരോഹിതന് കൊടുക്കുന്നതാണ് ദശാംശം. ദശാംശം എന്നുള്ളത് ലേവ്യ പുരോഹിതന് മാത്രം അവകാശപ്പെട്ടതല്ല. ആ ദശാംശത്തിന്റെ 1% മാത്രമേ ലേവ്യ പുരോഹിതന് അധികാരമുള്ളൂ. അത് അവന് ദൈവം കൊടുക്കുന്ന ഉദാർച്ചാർപ്പണം എന്നാണ് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ള 9 വിധവകൾക്കും അനാഥർക്കും പരദേശിക്കുമുള്ളതാണ്. ആ നിയമത്തിന് ഇതുവരെയും മാറ്റം വന്നിട്ടില്ല. അത് യേശു തിരുത്തിയിട്ടില്ല. യേശുവിന്റെ അപ്പോസ്തലന്മാർ തിരുത്തിയിട്ടില്ല. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനത്തിൽ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ദശാംശം 10 വിഭജിച്ചാൽ അതിൽ 9% വിധവകൾക്കും അനാഥർക്കും പരദേശികൾക്കും മാത്രമുള്ളതാണ്. 3% വിധവകൾ, 3% പരദേശികർ, 3% അനാഥർ. ബാക്കി 1% മാത്രമാണ് പുരോഹിതൻ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുരോഹിതന്മാർ 5 പേരാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേശകർ, സുവിശേഷകർ, ഒടുവിൽ ഇടയന്മാർ. ഈ 5 പേർക്കും തുല്യ അവകാശമുള്ളതാണ് 1%. ഇന്നും ഈ ദശാംശത്തിന് അവകാശി ഈ 4 പേരും തന്നെയാണ്. വിധവകളും പരദേശികളും അനാഥരും പിന്നെ പുരോഹിതന്മാർ. ശക്തമായി ഈ വചനത്തിൽ ഇങ്ങനെ പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പാസ്റ്റർമാർ, ഇങ്ങനെയുള്ള ഈ ഡാനിയേൽ ഇടിച്ചെറിയെ പോലെയുള്ളവർ ജോലിയും കൂലിയും ഒന്നുമില്ലാതെ അബ്രഹാം പറഞ്ഞതുപോലെ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നടന്നു കഴിഞ്ഞാൽ ആ ദേശം ദൈവം നിനക്ക് എഴുതിത്തരും എന്ന് ചിന്തിച്ച് ജോലിയും കൂലിയും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നവർക്ക് എന്തിനു കൊടുക്കുന്നു? ഈ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ, ഈ 1% കൊടുക്കുകയാണെങ്കിൽ തന്നെ അവര് ശരിയായ പുതിയ പുരോഹിതന്മാരാണോ? അവർ ശരിയായ അപ്പോസ്തലന്മാരാണോ? അവർ ശരിയായ പ്രവാചകന്മാരാണോ? അവർ ശരിയായ ഉപദേശകനാണോ? അല്ലെങ്കിൽ അവർ സുവിശേഷകരാണോ? ഇടയന്മാരാണോ? അല്ല, ഒരിക്കലുമില്ല. ദൈവത്തിന്റെ വചനം അതൊരു വള്ളിയോ പുള്ളിയോ മാറ്റാതെ, ഒന്നും കൂട്ടിച്ചേർക്കുകയോ ഒന്നും അഴിച്ചു മാറ്റുകയോ ചെയ്യാതെ ശരിയായ വചനം പഠിപ്പിക്കുന്നവനാണ് പുരോഹിതൻ. അത് അങ്ങനെയുള്ള പുരോഹിതൻ യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാരും അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരും ഇവരെല്ലാം ശരിയായ പുരോഹിതന്മാരാണ്. അതുപോലത്തെ പുരോഹിതന്മാർ ഇന്ന് ഇന്ത്യയിലുണ്ടോ? ഇല്ല. കാരണം ഇന്ത്യയിലെ സഭയുടെ കണക്കെടുത്തു കഴിഞ്ഞിട്ട് ആ സഭയിലെ ഉപദേശങ്ങൾ, അവരുടെ ആചാര രീതികൾ, അവരുടെ അനുഷ്ഠാന രീതികൾ ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരാരും പുരോഹിതന്മാരല്ല. ദൈവവചനത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്ന സാത്താന്റെ തലമുറയാണ് ഇന്നത്തെ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾ. എതിർ ക്രിസ്തുവിന്റെ സഭകളാണ്. ക്രിസ്തു എന്ത് പഠിപ്പിച്ചോ അതിന് തിരികെ എതിരായി ഉപദേശിക്കുന്നവരാണ് ഇന്നത്തെ ക്രൈസ്തവ സഭകൾ. ഉദാഹരണം നമുക്ക് ഒന്ന് പറയാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം മുതൽ തുടങ്ങാം. 6-ാം അധ്യായത്തിൽ യേശു പഠിപ്പിച്ച 3 നീതി പ്രവൃത്തികളെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ഒരു കൊച്ചുകുട്ടിയേക്കുള്ള ക്ലാസ് ആയിരുന്നു. അതായത് പ്രാർത്ഥന, ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ഉപവസിക്കുക എന്നുള്ളത് കൂടെ വസിക്കുക, ദൈവത്തിന് കൂടെ എങ്ങനെ വസിക്കാം, അല്ലെങ്കിൽ ദൈവത്തിന് എങ്ങനെ ദശാംശം കൊടുക്കുക, അല്ലെങ്കിൽ ഭിക്ഷ കൊടുക്കാം. ആ ഭിക്ഷ എന്നുള്ളത് ദൈവം വാങ്ങുന്നതല്ല, ദൈവം പറയുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നതിനെയാണ് ദശാംശം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിധവകൾക്കും അനാഥർക്കും പരദേശികൾക്കും പിന്നെ ഒടുവിൽ പുരോഹിതന്മാർ. ഈ 3 കാര്യങ്ങളെ പറ്റി അതിൽ പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും വളരെ വളരെ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്.
എന്നാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭകൾ ഈ 3 കാര്യങ്ങളും രഹസ്യമായി ചെയ്യുന്നുണ്ടോ? പരസ്യമായി ചെയ്യൂ. ഈ കൊടുക്കുന്നത് രഹസ്യമായിരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അവര് പഠിപ്പിക്കുന്ന ഉപദേശിക്കുന്ന സഭയുടെ ഉപദേശകർ അത് പരസ്യമായി വാങ്ങുകയാണ്. തരൂ, നിങ്ങളെ ഒരു യോഗം നടന്നാൽ, ഒരു മീറ്റിംഗ് നടന്നാൽ, സ്വോത്രക്കാഴ്ച എടുക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ ചെറിയതിടല്, നിങ്ങൾ പേഴ്സിക്കുന്ന ഏറ്റവും വലിയ നോട്ടെടുത്ത് തരണം, ദൈവത്തിന് ഏറ്റവും വലുതേ കൊടുക്കാവൂ എന്നാണ് ഉപദേശിക്കുന്നത്. അതൊന്ന് മനസ്സിലായിക്കൊള്ളാം. അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു ക്രൈസ്തവ സഭകൾക്കും ആ സഭയെ പ്രതിനിധാനം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അവരൊന്നും ദൈവവേലക്കാരല്ല, ദൈവദാസന്മാരല്ല. ദൈവത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാനിറങ്ങിയ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഭരിക്കുന്ന വ്യക്തികളാണെന്ന് പൂർണ്ണമാണ്. അതിൽ ഒരു സംശയവുമില്ല. സുവിശേഷം ചെയ്യുന്നവൻ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം എന്നാണ് അവർ പറയുന്നത്. അതായത് സുവിശേഷം പറയാൻ നടക്കുന്നവൻ ആ സുവിശേഷം കേൾക്കുന്നവരെ നിന്ന് പൈസ വാങ്ങണം എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അങ്ങനെ അല്ല. സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം. അപ്പൊ സുവിശേഷത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ണാനും ഉടുപ്പാനും മതി, അത് മാത്രമേ നിങ്ങൾ അതിന് ഉപജീവനമായി കാണാറുള്ളൂ. ഒന്നും സമ്പാദിക്കാനോ കാല ചെരുപ്പോ പൊക്കണമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നുള്ള ആഹാരം അത് മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി, ഉടുക്കാനും ഉണ്ണാനും മാത്രം മതി എന്നാണ് ദൈവത്തിന്റെ വചനം. ഇന്നത്തെ സുവിശേഷകർ അങ്ങനെയാണോ? ഉണ്ണാനും ഉടുപ്പാനും വേണ്ടിയാണോ? എന്നാൽ അവര് ഉണ്ണാനുള്ളൊരു ഹോട്ടൽ തുടങ്ങാനും ഉടുപ്പാനുള്ള തുണിക്കട തുടങ്ങുവാനാണ് അവര് ചോദിക്കുന്നത്. യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും മികച്ച അപ്പോസ്തലന്മാര് പത്രോസ് കഴിഞ്ഞാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ആത്മാവ് ശരിയായ വണ്ണം ഉപയോഗിച്ചൊരു വ്യക്തി അപ്പോസ്തലനായ പൗലോസാണ്. കാരണം അപ്പോസ്തലനായ പൗലോസാണ് വേദപുസ്തകത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്, ലേഖനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. പല സഭകൾക്കും പ്രചോദനം ഉണ്ടാവാൻ വേണ്ടി എഴുതിയ ലേഖനങ്ങൾ കൂടുതലും പൗലോസിന്റെയാണ്. ആ പൗലോസ് എങ്ങനെയാണ് തന്റെ സുവിശേഷ പ്രവർത്തനം നടത്തിയെന്ന് വേദപുസ്തകത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 1 തുടങ്ങുന്ന ഭാഗങ്ങളിൽ വായിച്ചു നോക്കാം. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ടുപോകണം എന്നുള്ള ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റാലിയിൽ നിന്ന് ആയിടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്നുള്ള പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലായെയും കണ്ടു. അവരെ അടുക്കൽ ചെന്നു. തൊഴിൽ ഒന്നാകെ കൊണ്ട് അവൻ അവരോട് കൂടെ പാർത്തു എന്നാണ് ഇരിക്കുന്നത്. തൊഴിൽ ഒന്നാകെ കൊണ്ട്. ആ തൊഴിൽ എങ്ങനെയുള്ള തൊഴിലായിരുന്നു? ആ തൊഴിലോ കൂടാരപ്പണി, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വീട് പണി, മേശിരിയോ മെക്കാഡോ ആയിരുന്നു. പൗലോസ് നല്ലപോലെ അധ്വാനിച്ചാണ് ഉപജീവനം കഴിച്ചിരുന്നത്. ആ ഉപജീവനൊപ്പം അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ പ്രവർത്തനവും ചെയ്തിരുന്നു. ഇനി അപ്പോസ്തല ലേഖനം കൂടി നമുക്ക് കടന്നു ചെന്നാൽ കുറച്ചുകൂടി നമുക്ക് വിശാലമായി ദൈവവേല എന്താണെന്നും, ഒരു മനുഷ്യൻ, ഒരു ദൈവത്തിന്റെ പുരുഷൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ഉപദേശകൻ, അപ്പോസ്തലൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അപ്പോസ്തലൻ ആയ പൗലോസ് തന്റെ ലേഖനങ്ങൾ കൂടി വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ ഡാനിയേൽ ഇടിച്ചേരി അച്ചായനൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഈ വെറുതെ ക്രിസ്ത്യാനികളെ നാണം കെടുത്തുവാൻ വേണ്ടി, ഇങ്ങനെ തെണ്ടാൻ വേണ്ടി നടക്കരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. നമുക്ക് ആ വചനത്തോട് കടന്നുചെല്ലാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 11 മുതൽ ഒന്ന് വായിക്കാം. പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നേണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അവിടെ അനേകം കാര്യങ്ങൾ ഒരൊറ്റ വരിയിലൂടെ അപ്പോസ്തലൻ പൗലോസ് അന്നത്തെ തെസ്സലോനിക്ക സഭയോട് ഉപദേശിക്കുന്നുണ്ട്. ഈ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളെല്ലാം നമ്മളെ ഡാനിയേൽ ഇടിച്ചെറിയ അച്ചായനെ പോലെയാ. ജോലിയും കൂലിയും ഒന്നും ചെയ്യാതെ തെക്കോട്ടും വടക്കോട്ടും നടക്കുക. ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാവേണ്ട മര്യാദകൾ: 1. മുട്ടില്ലാതിരിക്കുക, സാമ്പത്തികമായി ദരിദ്രർ അല്ലാതിരിക്കുക, അധ്വാനിച്ച് സമ്പാദിക്കുക, ആ സമ്പാദ്യം കൊണ്ട് ഉപജീവനം നടത്തുക.
ഉപജീവനത്തിന് വേണ്ടി ദൈവവചനം ഒരു ഉപായമായി ഉപയോഗിച്ച് മര്യാദ ഇല്ലാത്തവന്മാർ ആയി മാറരുത്. അത് മറ്റു ക്രിസ്ത്യാനികൾക്ക് ഒരു അപവാദമാണ്. 2. അടങ്ങി പാർക്കണം. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു പറഞ്ഞ വാക്കുകൾ അനുസരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനി ആയവൻ ഒരിക്കലും തൻ്റെ മുൻകാല ജാതി സ്വഭാവങ്ങളിലേക്ക് മടങ്ങി പോകരുത്. ക്രിസ്തു പറഞ്ഞത് അനുസരിച്ച് ആ വചനങ്ങൾക്ക് കീഴ്പ്പെട്ട് അടങ്ങി പാർക്കുന്നവനായിരിക്കണം ഒരു ക്രിസ്ത്യാനി. 3. സ്വന്തം കാര്യം നോക്കണം. സ്വന്തമായി ഭക്ഷിക്കുവാൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തിന്നണം. അങ്ങനെ ഉള്ളവനായിരിക്കണം ഒരു ശരിയായ ക്രിസ്ത്യാനി. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളുന്നവൻ ആയിരിക്കണം ഒരു ശരിയായ ക്രിസ്ത്യാനി. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടു കൂടി വേല ചെയ്തു അഹോവൃത്തി കഴിക്കണം എന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിക്കുന്നു. നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. എന്നാൽ ജോലി ചെയ്ത് ജീവിക്കണമെങ്കിലും നന്മ എന്നുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളെയാണ് നന്മ. അത് ചെയ്യാനും നിങ്ങൾ പിന്മാറി പോകരുതെന്ന് ഒരു ഉപദേശം കൂടി അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുക, ഭക്ഷിക്കുക, അതിനൊപ്പം മറ്റുള്ളവർക്ക് ആഹാരം ഉണ്ടാക്കുവാനുള്ള ഒരു നന്മയും കൂടി നിങ്ങൾ ചെയ്യും. നന്മ എന്നുള്ളത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായം, അധ്വാനം, അതാണ് നന്മ. അത് ചെയ്യുവാൻ നിങ്ങൾ പിന്മാറി പോകരുത് എന്നും അപ്പോസ്തലൻ പൗലോസ് അവിടെ കൽപ്പിക്കുകയാണ്. അവസാനമായി ഒരു ഉപദേശം കൂടി അപ്പോസ്തലൻ പൗലോസ് നൽകുന്നുണ്ട്. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പെന്നാണ്. അതായത് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ പറഞ്ഞ ഈ ഉപദേശം അംഗീകരിക്കാൻ തയ്യാറാവാതെ, അനുസരിക്കാൻ തയ്യാറാവാതെ അവൻ വീണ്ടും അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചതുപോലെ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നടന്നാൽ നിനക്ക് ആ ദേശം എഴുത്തരും എന്ന് ചിന്തിച്ച് നടക്കുന്നവരോട് സംസർഗം അരുത് എന്നാണ് പൗലോസ് അവിടെ ഉപദേശിക്കുന്നത്. അവനെ വേർതിരിപ്പാനാണ്. അവൻ സംസർഗം ഉണ്ടാവാനും പാടില്ല, അവനെ വേർതിരിപ്പിക്കണം, മാറ്റി നിർത്തണം. നിങ്ങളെ കൂട്ടത്തിൽ ചേർക്കരുത്, ക്രിസ്ത്യാനിയായി അവനെ അംഗീകരിക്കരുത്. ക്രിസ്ത്യാനി ഒരിക്കലും അവനെ ക്രിസ്ത്യാനിയായി അംഗീകരിക്കാതെ മാറ്റി നിർത്തണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ വിശദീകരിച്ച് ഉപദേശിച്ച് ലേഖനം എഴുതിയത്. ഇനി ഒരു ഭാഗം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. അതും അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ഭാഗത്തെ 2-ാം അധ്യായത്തിൽ 9ഉം 10ഉം വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്നാണ്. അത് രാവും പകലും കഠിനമായ അധ്വാനം ചെയ്തിട്ട് അതിനുശേഷം നിങ്ങളോട് സുവിശേഷം അറിയിച്ചു എന്നാണ് പൗലോസ് രേഖപ്പെടുത്തുന്നത്. രാവും പകലും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നടക്കുകയല്ല അപ്പോസ്തലൻ പൗലോസ് ചെയ്തത്. അല്ല, കഠിനമായ ജോലി, മെക്കാട് ജോലിയായിരിക്കാം, അല്ലെങ്കിൽ മേശിരി ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഭാരം ചുമക്കുന്ന ജോലിയായിരിക്കാം. ഇതെല്ലാം കൂടാരപ്പണിയുടെ ഭാഗങ്ങളാണ്. വളരെ വളരെ അധ്വാനമുള്ള ജോലിയാണ്. അത് രാവും പകലും ചെയ്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ സുവിശേഷ പ്രവർത്തനം നടത്തിയത്. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. അപ്പം ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു രീതിയെ പൗലോസ് പറയുന്നത് അതൊരു പവിത്രമായ ജോലിയാണ്, അത് നീതിയായ ഒരു ജോലിയാണ്, അത് അനന്യമായ ജോലി, ആരും നിന്ദിക്കാത്ത ഒരു തൊഴിലാണ്. സുവിശേഷം പറയുന്നവൻ തെക്കോട്ടും പടിഞ്ഞാറോട്ടും നടന്ന് ആ ദേശം ദൈവം എഴുത്തിൽ ചിന്തിച്ച് നടക്കുന്ന പൊട്ടന്മാരെ പോലെ ആകരുത് ക്രിസ്ത്യാനി. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത്രയും നേരം വീക്ഷിച്ചതിൽ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് നന്ദി അർപ്പിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ കാണും വരെ ദൈവനാമത്തിൽ നല്ലൊരു ഗുഡ് ബൈ.